ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയോ, നമ്മുടെ പാറ്റേൺസിൻ്റെ ഡിസൈൻ സ്റ്റുഡിയോയിലാണ്. നമ്മുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു നല്ല കിടിലൻ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. അതപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മുടെ വീഡിയോ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റും ചെയ്തേക്കുന്നത് നമ്മുടെ പാറ്റേൺസും തന്നെയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ വളരെ നന്നായിട്ടാണ് എനിക്ക് ചെയ്തെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മാമിൻ്റെ അടുത്ത് ചോദിക്കാം. ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ചോദിച്ചേക്കാം. അപ്പോൾ മാം, നമ്മുടെ ഈ ഒരു സ്പേസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാറ്റേൺ ഡിസൈൻസിലൂടെ നമ്മൾ രേഷ്മ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോറാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ബിന്ദു സുരേഷ് വെഡ്ഡിംഗ് കച്ചോർ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ നെയിം ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലെഹങ്കാസ്, സാരീസ്, അതേപോലെ തന്നെ ഗൗൺ, വെഡ്ഡിങ് ഗൗൺ ഒക്കെയാണ് ചെയ്യുന്നത്. എല്ലാം കസ്റ്റമൈസ് ചെയ്യും. കസ്റ്റമൈസ് ചെയ്യും. നമ്മൾ ഒരുപാട് പാറ്റേൺ ഉണ്ട്. ഇത് നോക്കിയിട്ട് അത് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമറുമായിട്ട് വന്നിട്ട് അവരുടെയും കൂടെ ഐഡിയാസ് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ എല്ലാവരും കൂടുതൽ കസ്റ്റമൈസേഷൻ അല്ലേ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗൗൺസും സാരീസും എല്ലാം ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഗൗൺ സെക്ഷൻ കാണാം അല്ലേ. ഇത് ലെഹങ്കാസ് ആണ്. ഇതിപ്പം വെഡ്ഡിങ് ലെഹങ്ക പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ റെയർ ആയിട്ടൊരു പാറ്റേൺ ആണ്. സാർ നമ്മൾ ഇങ്ങനെ ഓവർകോട്ട് ആരും ചൂസ് ചെയ്യാറില്ല. ഇതിപ്പം എല്ലാം ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡയബിളാണ്. അപ്പം നമുക്ക് ആഫ്റ്റർ യൂസ് ഡൈ ചെയ്ത് കളറിലേക്ക് മാറ്റാം. അത് ഇപ്പം പിന്നെ തീം വൈസ് ഒക്കെ അടുത്ത ഫംഗ്ഷനിലേക്ക് നമുക്ക് അടുത്ത കളറിലേക്ക് മാറ്റാം. പിന്നെ ഇത് റോ സിൽക്കിൽ ചെയ്തിട്ടുള്ളതാണ്. റോ സിൽക്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ എൻ്റെ മോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. മോൾ ആർക്കിടെക്റ്റാണ്. പുള്ളി എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എല്ലാത്തിനും ദുപ്പട്ടയുണ്ട്. നമുക്കിവിടെ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ദുപ്പട്ട മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടി ഇടുമ്പോഴത്തേക്കും ദുപ്പട്ട വേണ്ടവർക്ക് ദുപ്പട്ട എല്ലാത്തിനും ദുപ്പട്ടയുണ്ട്. അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം അങ്ങനെ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാണ്. ഇത് വേറെ റെയർ പീസാണ്. ഇപ്പം രേഷ്മ വെയർ ചെയ്തേക്കണ പോലെ ബ്ലാക്ക് ഒരു പെലാസോ, അതിൻ്റെ കൂടെ നല്ലൊരു ക്രോപ്പ് ടോപ്പ്, പിന്നെ ഓവർകോട്ട്. നമ്മൾ അൺസ്റ്റിച്ച്ഡ് ആണ്. നമ്മൾ കസ്റ്റമറിൻ്റെ അനുസരിച്ച് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഓക്കെ. പിന്നെ ഇതൊരു സാരി ഗൗണാണ്. സാരി ഗൗൺ പേസ്റ്റൽ കളേഴ്സും ഉണ്ട്. എല്ലാ കളേഴ്സും. ഇത് ഡയബിളാണ്. ഇത് ഭയങ്കര മാറ്റം. ഇത് ക്രോപ്പ് ടോപ്പും സ്കേർട്ടും സാരി ഗൗണിൻ്റെ ഒരു ഇവിടെ കിട്ടിയുമ്പോൾ ഒരു സാരി ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഒരു ഓവർകോട്ടും. എല്ലാം നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ സെയിലിനുള്ള പീസും ഉണ്ട്. അങ്ങനെ ഇതും വളരെ ഇതിപ്പോൾ കാഷ്വൽ വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പലാസോ വിത്ത് ഓവർകോട്ട്. ഒരു ഡിഫറെന്റ് ലുക്ക് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഡൈ ചെയ്തിരിക്കുകയാണ്. നമ്മൾ താഴെ അതിന്റെ പീസ് ഉണ്ട്. നമ്മൾ ഡൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈ മെറ്റീരിയൽ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ. ആ താഴത്തെ ഫ്ലോറിൽ അല്ലേ. ഇത് ആ ടൈപ്പ് തന്നെ തോന്നുന്നു. യെല്ലോയൊക്കെ ഇതപ്പം നമ്മൾ കാണിച്ചതിന്റെ ഇത് കുറേ US കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരാൾ കൊണ്ടുപോയിട്ട് അതിനുശേഷം നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് തന്നെയല്ലേ ഇത്? സ്കേർട്ട് പലാസോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഈ വെഡ്ഡിങ് ഫ്ലോർ അല്ലെങ്കിൽ വെഡ്ഡിങ് കച്ചോർ എന്നൊക്കെ എല്ലാവരും മനസ്സിൽ ഭയങ്കര ഒരു എമൗണ്ടൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വരുന്ന കസ്റ്റമറോട് അവരോട് സംസാരിച്ച് അവരുടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർക്കും കൂടെ അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം എന്ത് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വർക്ക് ചെയ്യാം. ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ എന്ന് തോന്നുകയാണെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അത് ഡൈ ചെയ്തിട്ട് അത് അതേപോലെ ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അധികം ലേറ്റ് ആവാതെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. കാരണം വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മൈൻഡിൽ പല ഹെവി ആയിട്ടായിരിക്കും വർക്ക് വരിക, ഹെവി റേറ്റ് ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ എത്രത്തോളം നല്ല ഭംഗിയാക്കി ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് അല്ലേ. എത്ര പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കോൺടാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹെവി വർക്കൊക്കെ നമുക്കൊരു 20 days 30 days നമ്മൾ ചോദിക്കും. വർക്ക് തീരണ്ടേ. അങ്ങനെ പുറത്തുള്ളവരെങ്ങനെയാണ് മാം? അവർ ഓൺലൈനിൽ നമ്മൾക്ക് എല്ലാം വീഡിയോ കോളുള്ളവർ വരും. വീഡിയോ കോൾ വരുന്ന മെറ്റീരിയൽ നമുക്ക് സ്റ്റാഫ് ഉണ്ടാവും. വീഡിയോ കോൾ മെറ്റീരിയൽ കണ്ട് ചെയ്ത് മെഷർമെൻറ്റ് ചാർട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ അതേ മെഷർമെൻറ്റ് എടുത്ത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ വേണമെങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ മെഷർമെൻറ്റ് നമ്മൾ ഒരാൾ മെഷർമെൻറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. അതുപോലെ മെഷർമെൻറ്റ് എടുത്തായിരിക്കും തിരിച്ച് വരുമ്പോൾ പക്കായിരിക്കും. വരുമ്പോൾ ഒരു ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലുള്ള ക്ലയൻസ് ഒക്കെ നമ്മൾ ആ മെഷർമെൻറ്റ് ഞാൻ തന്നെ എടുത്ത് കാണിക്കുള്ളൂ. നമ്മൾ സ്റ്റാഫിനെ ഏൽപ്പിക്കില്ല. ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇതല്ലേ സ്കേർട്ടും ടോപ്സും ഒക്കെയാണ്. ഇത് നല്ലൊരു സ്കേർട്ടൊക്കെ. ഇതിന് ടോപ്പ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇതൊരു ഇക്കത്ത് പോലെയൊക്കെ ആയിട്ട് ഇതിന് ക്രോപ്പ് ടോപ്പും ഷോളും ദുപ്പട്ടയുണ്ട്. നല്ല ഫ്ലീറ്റ് ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആളുടെ ഇതനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇപ്പം നെറ്റ് ഉണ്ടാവുമോ മാമിൻ്റെ? ഉണ്ട്.
ഓക്കെ, അതുകൊണ്ട് അല്ലേ നെറ്റ് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ടോപ്പ് കുറേ കളേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ഈ കിടക്കുന്നത് അല്ലേ? അതെ, ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനെല്ലാം ദുപ്പട്ടയുണ്ട് കേട്ടോ. ദുപ്പട്ട ഞാൻ മാറ്റി വെച്ചിരിക്കുക, അത് പിന്നെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിലും മാം ഈ ഒരു സെക്ഷനിൽ അൺസ്റ്റിച്ച്ഡ് അതാണോ ഇത് നമ്മൾ റാപ്പ് ചെയ്തിരിക്കുക. സ്കേർട്ട് മെറ്റീരിയലാണ്. സീംസ് ടു ബി നമ്മൾ തോന്നുമെങ്കിലും നമ്മളെല്ലാം ഇത് ഡയബിൾ മെറ്റീരിയലാണ്, നെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈ ചെയ്ത് കളർ ബ്ലാക്ക് നല്ല സൂപ്പറായിരുന്നു ചെയ്തിട്ട്. ബ്ലാക്കിൽ വേണേൽ ചെയ്യാം, ഏത് കളറിൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫംഗ്ഷന് ഈവന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാമിന്റെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. കുറേ മൈൻഡിൽ കുറേ കോൺസെപ്റ്റ് ഉണ്ട്, അതിന്റെ അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നതൊക്കെ അല്ലേ? ഓക്കെ. ഇതൊക്കെ നമ്മൾ അൺസ്റ്റിച്ചഡാണ്, ലെഹങ്കാസ് ആണ് സ്റ്റിച്ച് ചെയ്യാതെ അവരുടെ അനുസരിച്ച് ചെയ്യാവുന്ന ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് പ്രീമിയം സെറ്റ്സ്, എന്ത് സെറ്റ്? സൽവാർ സൂട്ട്സ് 3 പീസ്. ഇത് താഴെ നമ്മുടെ കാണിച്ചു തരാൻ ഒരുപാട് ഉണ്ട്. കുറച്ച് കളക്ഷൻ നമ്മൾ ഈ ഫ്ലോറിലേക്ക് വെച്ചിരിക്കുക. എല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പ്രീമിയം സൂട്ട്സ് ആണ്, 3 പീസ് സൂട്ട്സ് ആണ്. ഇത് വിത്ത് പലാസോ വിത്ത് ടോപ്പാണ്. അങ്ങനത്തെ കുറേ. പിന്നെ കുറച്ച് വെഡ്ഡിങ്, നമുക്ക് ഈ കളക്ഷൻ കൂടെ കണ്ടിട്ട് നമുക്ക് സാരി ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അതെ, ഇത് ഭയങ്കര പ്രീമിയം നല്ല മെറ്റീരിയൽ, ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്കേർട്ട് ഫുൾ വർക്കും ക്രോപ്പ് ടോപ്പ് ഫുൾ വർക്കും, അതിൽ നല്ല ദുപ്പട്ട, നല്ല ഹാൻഡ് വർക്കാണ്. വെൽവെറ്റ് ആണെന്ന് തോന്നുന്നു. വെൽവെറ്റിൽ ഇത് ഓപ്പൺ ആക്കിയാലും അറിയാം, ഡബിൾ ഡൈ ആണ്. മുകളിൽ ലൈറ്റ് വന്നിട്ട് താഴത്തേക്ക് ഇത് വരുന്നത്. ഇതൊക്കെ ഭയങ്കര പ്രീമിയം നല്ല ക്വാളിറ്റി, അല്ലെ കുറേ ബീറ്റ്സ്. ഇതൊക്കെ നമുക്ക് എന്താ ഡയബിൾ ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷനേ ഇല്ല. ഒരു കസ്റ്റമർ വന്നാൽ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് വേണ്ട, ഫുൾ ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഏതാണ് അവരുടെ കളർ എന്ന് വെച്ചാൽ നമുക്ക് 3 ഡേയ്സിനുള്ളിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇതെല്ലാം ഡൈഡാണ്, എല്ലാം ഡൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്ലെയിൻ വൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫാബ്രിക്കും ഓക്കെ. പിന്നെ സാരീസ്, ഇനി നമുക്ക് അടുത്ത സാരി കാണാം കേട്ടോ. സാരി ഒരുപാട് നല്ല കളേഴ്സ്, നല്ല കളർ. ബനാറസ് ഇത് അങ്ങോട്ട് എടുക്കാം. എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇതെല്ലാം ബനാറസി അല്ലേ? ഇതെല്ലാം ബനാറസി സാരീസ്. പിന്നെ ഇതെല്ലാം മൊഡാലിൽ എല്ലാവർക്കും മൊഡാലിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. മൊഡാലിൽ സാരി വിത്ത് ബ്ലൗസ് ആണ്. നമുക്ക് എക്സ്ട്രാ നമുക്ക് മെറ്റീരിയൽ അത് വെച്ചിട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാവുന്ന വെച്ചാൽ നമുക്ക് ഹാൻഡ് വർക്കാണ് കൊടുക്കുക. ചിലർക്ക് ഹാൻഡ് വർക്ക് വേണമെന്ന് പറയുമ്പോൾ ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബാന്തിനി, നല്ല ബാന്തിനി സാരീസ് ഉണ്ട്. റെഡൊക്കെ ബാന്തിനി സാരീസ്, മൊഡാലിൽ ബാന്തിനി എന്താണ് വിത്ത് ബ്ലൗസ്, എല്ലാം വിത്ത് ബ്ലൗസ് തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കുറേ ഇതിൻ്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ ബ്ലാക്ക് ചെയ്തിട്ട് ബ്ലാക്കിൽ ഫുൾ റെഡ് ബീഡ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഫുൾ ഞാൻ നോർമലി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്കഷൻ ഒന്നും ചെയ്യാറില്ല, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്ത് തരും ചെയ്യും, നമുക്കത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മെറ്റീരിയലും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പ്രശ്നമല്ല. ബ്ലൗസ് ഇപ്പോൾ സെയിം ഉണ്ടെങ്കിൽ മിക്കവരും 2 ബ്ലൗസ് ചെയ്യാം. അതാ ഇതെല്ലാം മൊഡാൽ ബാന്തിനിയാണ്. ഈ കളക്ഷൻ നിങ്ങൾക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വന്ന് മേടിച്ചോണം കേട്ടോ. കാരണം ഇവർ കുറെ ഡിലേ ആയിട്ട് വരുമ്പോൾ സാധനങ്ങളൊന്നും പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. രശ്മിയുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ വന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് പോയി പോകും. ഇതപ്പോൾ ഇങ്ങനെ ഓൺലൈൻ നമുക്ക് ഇതിലെല്ലാം ഞാനും ഹസ്ബൻഡും പോയിട്ട് എല്ലാം വാങ്ങിക്കണതാണ്. ഓൺലൈൻ പർച്ചേസ് നമുക്ക് വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാണിക്കുന്ന ഇഷ്ടപ്പെട്ട സാരീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ. ഈ സാരീസ് ഒക്കെ ഒന്ന് കാണിക്കാം മാം. എല്ലാം നല്ല കളർ ഷെയ്ഡൊക്കെയാണ്, നല്ല കോമ്പിനേഷനാണ്. യെല്ലോ ഇതൊക്കെ നമ്മുടെ ഹൽദിക്കും മെഹന്തിക്കും ഒക്കെ പോകുന്ന നല്ല ഫുൾ ബോഡിയിൽ ഫുൾ വർക്ക് വരുമ്പോൾ ഒരു ക്ലാസ് പ്രീമിയം ഫീൽ വരും. ബോഡി പ്ലെയിൻ വന്നാൽ പ്രീമിയം ലുക്ക് പോകും. കുറച്ചുകൂടെ ഈവനിങ് ഒക്കെ നല്ലതായിരിക്കും അല്ലേ? നല്ല ഡബിൾ ഷെയ്ഡ് ഉണ്ട്, നല്ല കളേഴ്സാണ്. നല്ല റെഡ് ആൻഡ് ഗ്രീൻ ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അതിൻ്റെ കുറേ കളർ വേരിയൻ്റ് ആണ് ഈ ഇരിക്കുന്നത് അല്ലേ? പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ കാര്യം. അതെ, നമ്മൾ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്യുന്ന ബ്ലൗസിൻ്റെ. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് സാധാരണ നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ഭംഗി ഉണ്ടാവില്ല. അതിൽ കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇപ്പം എല്ലാം നോർമൽ ബ്ലൗസ് അല്ലല്ലോ, എന്തെങ്കിലും പാരൊക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസ്, അതിലാണ് കാര്യം. അപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്യില്ല മാം? എല്ലാ സാധനം ഓൾ സ്റ്റിച്ചിങ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ ഫ്ലോറിൽ ഫുള്ളും ഈ ലെഹങ്കയും ബ്രൈഡൽ സാരീസും, പിന്നെ ഇതൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ്, എല്ലാം ഡൈഡ് ആണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്ലെയിൻ ഉണ്ട്, ഏത് കളേഴ്സിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗിന്റെ ടൈമിംഗ് 9:30 to 7:30.
7:30 ആണ് ടൈമിംഗ് വരെ. സൺഡേ ഉണ്ടോ? സൺഡേ ഓഗസ്റ്റ് മുതൽ സൺഡേ ഓപ്പൺ ആണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലോറിലെ കളക്ഷൻ കഴിഞ്ഞു നമുക്ക് താഴെ കാണാം. ഓക്കെ. അപ്പോൾ താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഡയബിൾ ഫാബ്രിക്കാ. അപ്പോൾ ഇത് ഡയബിൾ അല്ലേ മാം? ഇത് ഡയബിൾ ആണ്. എന്ത് മെറ്റീരിയലാണ്? ഇത് ഡയബിൾ സാരീസിന് റണ്ണിങ് മെറ്റീരിയലാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട് സാരി ആക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ബ്ലൗസാണ് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ബാക്കൊക്കെ ഒന്ന് നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ട് നല്ല ഫിറ്റ് കേട്ടോ. നല്ല ഫിറ്റിംഗിൽ തയ്ച്ചേക്കുന്നത്. ടൈം കിട്ടിയില്ല, കുറച്ച് സമയം കൂടെ ചെയ്താൽ. പിന്നെ നല്ല ഹണികോംബ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതിന്റെ മെറ്റീരിയൽ ഈ സെക്ഷൻ ഫുള്ള് ഇത് ഫുൾ ഡയബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ രേഷ്മയ്ക്ക് ചെയ്തിരിക്കുന്ന സാരി ഇതാണ്. ഇതിപ്പോ ഡൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആഫ്റ്റർ യൂസ് നമുക്കിപ്പം ഓണം തീമായിട്ട് ഉപയോഗിച്ചതിന് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറെ ഇങ്ങനെ ഇതൊക്കെ സാരിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഡയബിൾ മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം അതാണ്. പിന്നെ കമ്പ്യൂട്ടർ എംബ്രോയിഡറി, കുറെ കമ്പ്യൂട്ടർ ഇങ്ങനെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് തന്നെ ഒരു ക്രീം കളറിൽ അങ്ങനെ കുറെ കമ്പ്യൂട്ടർ എംബ്രോയിഡറീസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാം കമ്പ്യൂട്ടർ ചെയ്തിരിക്കുന്ന വർക്കാണ്. പിന്നെ കുറച്ച് സാരീസ്, പോൾക്ക ഡോട്ട്സ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് എല്ലാം നമ്മുടെ സെയിം ഇതിലല്ല, കുറച്ച് സ്കാലപ്പൊക്കെ ചെയ്തിട്ട് സാരിയായിട്ട് ഡെവലപ്പ്. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, കമ്പ്യൂട്ടറിലാണ്. ഇതൊക്കെ ഉണ്ട, ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി. ഇത് സെയിം കളർ ബ്ലൗസോ അല്ലെങ്കിൽ വേറെ കളേഴ്സ് ഇതുപോലെ കളർ മാറ്റി ഉപയോഗിച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് പോൾക്ക ഡോട്ട്സ്. നമുക്ക് പിന്നെ ഇത് കുർത്തീസ്. ഇതെല്ലാം ഡയബിൾ മെറ്റീരിയൽ കൊണ്ടിട്ട് ചെയ്തിട്ടുള്ള കുർത്തീസാണ്. ഇത് ഹൈലോ ആയിട്ട്. അതെ, ഇത് നമ്മൾ ഇതൊരു ഇപ്പൊ ഈ ബ്ലൗസിന്റെ കളറിലേക്ക് ചെയ്ത് ഡൈ ചെയ്തിരുന്നു. നല്ല ഭംഗിയായിരുന്നു ചെയ്ത് കാണാനായിട്ട്. ഇതിപ്പോ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നുള്ളൂ. ഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നല്ല രസമുണ്ടല്ലോ, നല്ല ഹൈ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകം വെച്ചാൽ എല്ലാം ആഫ്റ്റർ യൂസ് നമുക്ക് വേറെ കളറിലേക്ക് മാറ്റാൻ ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ ജ്വല്ലറീസ് ഒന്നും വേണ്ട. ഇതിപ്പോ സൈസ് ഒക്കെ സൈസ് ഇപ്പൊ ഇവിടെ എല്ലാം ML XL ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ XXL ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഇതൊക്കെ നല്ല രസം, നല്ലൊരു ബീഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡൈ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ആര് വന്നു ചോദിച്ചാലും 3 ഡേയ്സിനുള്ളിൽ നമുക്ക് ആ കളറിൽ. ഇതിപ്പോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അതിന്റെ തന്നെ ഗ്രീൻ അല്ലേ? ഒരുപാട് പേര് ചോദിക്കാറില്ല നമ്മുടെ ഈ എന്താണ് വലിയ സൈസ് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അത് ഏത് സൈസും നമുക്ക് XXL 4XL ഒക്കെ ചെയ്യാം കേട്ടോ, കസ്റ്റം ചെയ്യാം. പിന്നെ ഇത് ഒരു സ്പെഷ്യലാണ്, ഹാൻഡ് വർക്ക്. ഇതിനകത്ത് ഷാഡോ വർക്ക് എന്ന് പറയും. കണ്ട, ഷാഡോ വർക്ക് ചെയ്തിട്ട് ശരിക്കും പണ്ടത്തെ ട്രഡീഷണൽ ഹാൻഡ് വർക്ക് അതാണല്ലോ എല്ലാവരും. അതാണ്. അങ്ങനെ ഒത്തിരി കളക്ഷൻ നമുക്ക് ഇങ്ങനെ ഇതിൽ ഡയബിളിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഈ കാണുന്നൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇല്ലേ നിങ്ങൾ പറയാൻ കേട്ടോ, കമന്റ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റയിൽ ഉണ്ടാവില്ലേ മാം കൂടുതൽ അപ്ഡേറ്റ് എല്ലാം ഉണ്ടാവില്ല. പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോ ഇൻസ്റ്റ ത്രൂ കോൺടാക്ട് ചെയ്യാമല്ലോ, മെസ്സേജ് ചെയ്താൽ മതി. അല്ല അതെ, മിക്കവരും എനിക്കാണ് ഫോട്ടോസ് എല്ലാം എനിക്ക് എടുത്തിട്ടാണ് അയക്കുക. പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോ ഫോളോ ചെയ്താൽ നമുക്ക് ഡെയിലി അപ്ഡേഷൻസ് കാണാം. ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും. ഒത്തിരി മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ സ്കേർട്ടിനും സാരീസിനും അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഗോൾഡൻ തീംസ്. ഇതെല്ലാം ഡൈ ഇല്ലേ? ഇതെല്ലാം ഡൈ ചെയ്ത് കാണിച്ചു തരാം. ഡൈ ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതല്ലേ. ഇത് നമ്മൾ ഡബിൾ ഡൈ. ഇപ്പം എല്ലാവർക്കും സിംഗിൾ ഡൈ അല്ല ഡബിൾ ഡൈ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ചെറിയ ഫ്ലീറ്റ് ഒക്കെ പക്ഷെ നല്ലൊരു ആഫ്റ്റർ വാഷ് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു ഇതില്ല. ഇങ്ങനത്തെ ഒരു കളർ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എടുത്ത ഡ്രസ്സ് കേട്ടോ. പിന്നെ നല്ല കോമ്പിനേഷൻസ് ആട്ടോ എല്ലാം. ഈ ബ്ലൂ ഇതെല്ലാം സിംഗിൾ പീസ് ആയിട്ടല്ലേ? ഇതിപ്പോ എല്ലാം സിംഗിൾ പീസാ ചെയ്തിരിക്കണേ. എന്നിട്ട് നമ്മൾ ആവശ്യം അനുസരിച്ച് അവരുടെ അളവിൽ നമ്മൾ ചെയ്യും. നല്ല കളർ കോമ്പിനേഷൻ ഇല്ല. ഇതിനുള്ള എന്തായിരിക്കും മാം? അപ്പൊ ബാക്കി ഇത് സിംഗിൾ പീസ് ആയിട്ടുള്ള സിംഗിൾ പീസ് ആണ്. നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ ആ സെക്ഷനിൽ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. നമ്മൾ ആൾ വരുമ്പോൾ ആ കസ്റ്റമറിന് ആവശ്യമുള്ള ഏത് കളർ നമ്മുടെ കളർ ചാർട്ട് ഉണ്ട്. കളർ ചാർട്ട് അനുസരിച്ച് ഏത് കോമ്പിനേഷൻ ഇടും. ഇപ്പൊ ഹാങ് ചെയ്തിരിക്കുന്ന സൈസ് ഏത് പോലെ? ഇത് ML XL XXL അത്ര വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ കിടക്കുന്ന XXL വരെ ഉണ്ട് അല്ലേ? അതെ. ഇതൊരു സ്പെഷ്യൽ ഇങ്ങനെ ഒരു മൊഡാൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മോഡൽ എപ്പോൾ കാണിച്ചാലും നന്നായിട്ട് പോകും, എല്ലാവർക്കും ഇഷ്ടമാണ്, നന്നായിട്ട് പോകും. അതായത് ഇതൊക്കെ ഇങ്ങനെ. പിന്നെ ഇനിയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് ഉള്ളത്? ഇത് മുഴുവൻ റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് റെഡിമെയ്ഡ് ടോപ്സ്, കുർത്തീസ് ടോപ്സ് ഒക്കെ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ടോപ്പുകളില്ലേ, ഇജ്രാക്കിൻ്റെയും അങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന
ടോപ്പുകൾ. അപ്പൊ ഈ സെക്ഷനിൽ ഇരിക്കുന്ന ഫുൾ എന്താണെന്ന് അറിയോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പാണ് അല്ലേ? ബിലോ 1000 സാധനങ്ങളെല്ലാം സെക്ഷൻ. ഇപ്പൊ അത്യാവശ്യം നമുക്ക് ഈ കിടക്കുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടി വെയറിനൊക്കെ നല്ല യൂസ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ സെക്ഷൻ ഫുള്ളും മെറ്റീരിയൽസും ഇതല്ലേ? ഇതെല്ലാം റണ്ണിങ് മെറ്റീരിയൽ, കോട്ടൺ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളതും അങ്ങനെയുള്ളതൊക്കെ. ഇത് മുഴുവൻ നമ്മുടെ റെഡിമെയ്ഡ് ടോപ്സ് തന്നെ. നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇത് മൊഡാലിലൊക്കെ ചെയ്യുന്നില്ലേ? ഓക്കെ, മോഡലിൽ ഇത് വലിയ സൈസാട്ടോ. വലിയ സൈസാണ് ചോദിക്കുക. വലിയ സൈസ് അതിനെക്കുറിച്ച് ഞങ്ങൾ ബോദർ ചെയ്യേണ്ട. എല്ലാ സൈസും നമ്മൾ ചെയ്യാൻ നമുക്കൊരു പ്രശ്നമില്ല. ഇത് ഞാൻ നേരത്തെ വെയർ ചെയ്തിരുന്ന ടോപ്പ് തന്നെ ഡൈ ചെയ്തിരിക്കുക കേട്ടോ. വൈറ്റ് ആയിരുന്നു. ഇതൊരു കസ്റ്റമർ വൈറ്റ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഡൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ സെക്ഷനിൽ ഒരുപാട് നമുക്ക് പിന്നെ ഹാൻഡ് വർക്ക്, ഇത് മുഴുവൻ ഹാൻഡ് വർക്ക് കുർത്തീസാ. എല്ലാം ഹാൻഡ് വർക്ക്. ഇവിടുത്തെ വർക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്. മുകളിൽ ടോപ്പിൽ ഫുൾ ഹാൻഡ് വർക്കേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ റെഡിമെയ്ഡ് ടോപ്സ്, വിത്ത് ബോട്ടം ആയിട്ടുള്ള സെറ്റ്. ടോപ്പ് വിത്ത് ബോട്ടം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. മസ്ലിനൊക്കെ ഉണ്ട്. പിന്നെ വാഷ് ചെയ്യാനൊക്കെ നല്ല ഇത് ലൈനാണ്. ഇത് സിമ്പിൾ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് സിംഗിൾ പീസ് ആയിട്ടാണെങ്കിൽ 2 പീസും ഒരുപാട്. ആ സെക്ഷൻ മുഴുവൻ ടോപ്സ് ആൻഡ് ബോട്ടം ഇങ്ങനത്തെ റെഡിമെയ്ഡ്സ് ആണ്. ഒത്തിരി ഉണ്ട്. നമുക്ക് ഒരു സെക്ഷൻ തന്നെ കുറച്ച് ആളുകൾ ഈ സെക്ഷൻ ഇത് മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ലതായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം. കാരണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് ഇടുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. ഇപ്പം ഞാൻ കാണിച്ച കുറച്ച് കളക്ഷൻ ഒക്കെ ഇല്ലേ, ഇത് നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു പ്രീമിയം എല്ലാ റേഞ്ചിലും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈസസും, അതാണ് ഏറ്റവും വലുത്. അപ്പൊ ഏത് സൈസസ് ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഉണ്ട് അല്ലേ? കുറച്ചുകൂടി നേരത്തെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഏത് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ കുറെ കോഡ് സെറ്റ്സ് ആണ്. കോഡ് സെറ്റ്സ് ഒത്തിരി, കളക്ഷൻ മുഴുവൻ കോഡ് സെറ്റ്സ് ആണ്. ഇത് ടോപ്പ്, കോഡ് സെറ്റിന്റെ ടോപ്പ്, ബോട്ടം, അങ്ങനെ എൻ്റെ സൈസ് അവൈലബിൾ ആണ്. ഓണം വരുന്നതിൻ്റെയാണോ? ഇത് നല്ല രസമാട്ടോ. ഓക്കെ, കോഡ് സെറ്റ്സ് ആണ് ഈ സെക്ഷൻ മുഴുവൻ കോഡ് സെറ്റ്സ്. ഇതില് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? നല്ല ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ കിട്ടാൻ പാടാണ് നോർമലി. നല്ല കളറാട്ടോ, നല്ല കളർ ഷെയ്ഡായി. ഇത് എന്റെ സൈസ് ആണോ? നോക്കാം, സൈസ് ആണ് ആയിരിക്കും. ആണോ? ഇത് കാണില്ല ഇവിടെ. നല്ല ഇത്. അപ്പോൾ ഇത് മാറ്റി വെച്ചോ. അതെ അതെ, നല്ല. അപ്പോൾ കോഡ് സെറ്റില് കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫംഗ്ഷനൊക്കെ ഒരു ഡിഫറെന്റ് നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഈ ട്രാവൽ ചെയ്യാൻ നമ്മൾ ട്രാവലിംഗ് ആണ് ഏറ്റവും എയർപോർട്ട് ലുക്ക് ഒക്കെ ഇതാണല്ലോ. അതെ അതെ, വാഷ് ആൻഡ് വെയർ ആണ്. നമുക്ക് നല്ല വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ഭംഗി. ഇതൊക്കെ എങ്ങനെ മാം ഇൻസ്റ്റയിൽ ഉണ്ടാവും? ഇത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. ഇത് നല്ല കളക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട കളർ, നല്ല വർക്ക്. ഇത് മുഴുവൻ പിന്നെ നമ്മൾ റണ്ണിങ് മെറ്റീരിയലാണ്, കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽ. ഇത് ഒരു നേരത്തെ നമ്മൾ ആ കുർത്തീസ് ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്നെ റണ്ണിങ് മെറ്റീരിയലാണ്. വെച്ചാൽ നമ്മളിപ്പോൾ ML XL കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് XXL, XXL ഒക്കെ വേണ്ടി വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 day 2 day കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, ഇവിടെ ബൾക്കായിട്ട് ഇത്രയും മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് മെറ്റീരിയൽ ഇരിപ്പുണ്ട്. സെയിം മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല. ഏത് സൈസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, ഈ സെക്ഷൻ ഫുള്ളും അങ്ങനെയാണ്. എല്ലാം അതാണ്. അപ്പോൾ ഈ സെക്ഷൻ ഫുള്ളും ഫാബ്രിക്കും ഇതൊക്കെയാണ് കുർത്തീസ് ഉള്ള. പിന്നെ ഇനി ഏതൊക്കെയുള്ള നമ്മുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അൺസ്റ്റിച്ച് സൂട്ട്സ് ഉണ്ട്, 3 piece സൂട്ട്സ്. അത് സിൽക്ക് ഉണ്ട്, കോട്ടൺ, മസ്ലിൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഈ സെക്ഷനിൽ പോലെ ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കേരള സാരീസാണ്. നമ്മുടെ സൂട്ട്സ് നോക്കാം, എല്ലാം ഒത്തിരി കളക്ഷൻ ഉണ്ട്. എല്ലാ ടൈപ്പ് കളക്ഷൻസ്, സൂട്ട്സ്, കോട്ടൺ മുതൽ സിൽക്ക്, മസ്ലിൻ, എല്ലാം നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. 3 piece ആണ്. ഇത് ഇതെല്ലാം മൊഡാലിൻ്റെ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. പിന്നെ ഇതേപോലെ തന്നെ ലിനൻ മെറ്റീരിയലുണ്ട്. എല്ലാ മെറ്റീരിയലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ എല്ലാം ഒരു കളക്ഷൻ. ആ സൈഡ് മൊത്തം അതാണ് ലിനനൊക്കെ നല്ല നല്ല ഭംഗിയുള്ള നല്ല ടോപ്പും അതിൻ്റെ കൂടെ വേറെ നല്ല ദുപ്പട്ട. കുറേ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. ഇപ്രാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഇത് ഭയങ്കര റെയറാണ്. എല്ലാവരും ഇത് നമ്മൾ ഇത് പ്യുവർ സിൽക്കിൽ നമ്മൾ ഏറ്റവും വെച്ചാലും നല്ല വിത്ത്
നമ്മൾ തന്നെ കസ്റ്റം ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അതിൻ്റെ നല്ല ദുപ്പട്ടകളൊക്കെ നല്ല രസമുള്ള ദുപ്പട്ടകളൊക്കെ ഉള്ളത്. ഈ ഇരിക്കുന്ന ഫുള്ളും 3 പീസ് സ്യൂട്ട്സ് ആണ് ഇരിക്കുന്നത് അല്ലേ? അതിന്റെ എല്ലാ മെറ്റീരിയലും ഉണ്ട്. ഇത് നോക്കിയാൽ അറിയാം, നല്ല റോ സിൽക്കാണ്. അതിൻ്റെ കൂടെ പേരരിക്കുന്ന ദുപ്പട്ടയാണ് കുറച്ചുകൂടെ. ദുപ്പട്ട നല്ല ഹൈലൈറ്റ്, നല്ല ദുപ്പട്ടകളാണ്. ഇതില് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റം ചെയ്യാം. കസ്റ്റം ചെയ്യാം. ഇതിന് ടോപ്പും ബോട്ടം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, കസ്റ്റം ചെയ്യുന്നതാണ്. ടോപ്പ് എടുത്തിട്ട് ബോട്ടം എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മാം ഇവിടുത്തെ ലൊക്കേഷൻ പറയൂ. ലൊക്കേഷൻ നമ്മൾ കലൂര് മാതൃഭൂമി ജംഗ്ഷൻ, പില്ലർ നമ്പർ കൊച്ചിൻ, എറണാകുളം കൊച്ചിൻ കലൂർ എന്നാണ് പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര്. അതിൽ മാതൃഭൂമി ജംഗ്ഷൻ പില്ലർ നമ്പർ, ഇപ്പം എല്ലാം മെട്രോ പില്ലർ നമ്പറാണ് 576. 576 അല്ല മെട്രോ പില്ലർ നമ്പർ മാതൃഭൂമി ജംഗ്ഷൻ. അപ്പോൾ ലൊക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഓൺ ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ടൈമിംഗ് ഒന്ന് പറയുമോ? 9 to 7:30. 9 to 7:30 ആണ്. ഓഗസ്റ്റ് മുതൽ നമ്മൾ സൺഡേ ഓപ്പൺ ആവുള്ളൂ. അത് സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താൽ മതി അല്ലേ? പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോ എല്ലാം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഒത്തിരി സമയം നമുക്ക് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.